ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ കോൺഗ്രസിനകത്ത് കലാപം. സീറ്റ് വിഭജന തീരുമാനത്തിനു മുൻപേ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പത്രിക നൽകി. 14 സീറ്റുകളിലാണ് പത്രിക നൽകിയിരിക്കുന്നത്. പിയാ സുനിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പിയാ സുനിൽ, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ചുരുക്കത്തിൽ ഇന്നലെ PCC നേതാക്കളെ അടക്കം പട്ന എയർപോർട്ടിലിട്ട് അടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഇപ്പോൾ ഇതാ സീറ്റ് വിഭജന ചർച്ച പൂർത്തിയാവും മുമ്പ് 14 പേര് സ്വന്തം നിലയ്ക്ക് പത്രിക നൽകുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ ബീഹാറിൽ കോൺഗ്രസിൽ? അരുൺ, തീർച്ചയായും വിരോക്ഷ ഇത് ആദ്യമായിട്ടായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ രഹസ്യമായൊക്കെ സ്ഥാനാർത്ഥികൾ പത്രിക നൽകുന്ന സാഹചര്യം. ഏതായാലും അത്തരം സാഹചര്യം ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ഉണ്ടായിരിക്കുകയാണ്. നമുക്കറിയാം, മഹാസഖ്യത്തിൽ ഇതുവരെ സീറ്റ് വിഭജനം പൂർത്തിയായിട്ടില്ല. സീറ്റിനെ ചൊല്ലി ഇപ്പോഴും തമ്മിലടി തുടരുകയാണ്. RJDക്കിടയിലും കോൺഗ്രസിനിടയിലും സീറ്റിന്റെ പേരിൽ വലിയ അവകാശവാദമാണ്. CPI-ML വലിയ അവകാശവാദം ഉയർത്തുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നുവെങ്കിൽ പോലും ഇതുവരെയും ഒരു സ്ഥാനാർത്ഥി പട്ടിക പോലും ഔദ്യോഗികമായി കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടില്ല. അതിനിടയിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ അറിവോടെ തന്നെ 14 സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ബീഹാറിൽ പത്രിക നൽകിയിരിക്കുന്നത്. രഹസ്യമായിട്ടാണ് പത്രിക നൽകിയിരിക്കുന്നതെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതായാലും ഇന്നലെ RJD നേതാവ് തേജസ്വി യാദവ് പത്രിക നൽകിയിരുന്നു. രാഘോപുർ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ സിറ്റിംഗ് മണ്ഡലമാണ്. പക്ഷേ ഇതുവരെ RJDയും ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിട്ടില്ല. അപ്പോൾ എത്ര സ്ഥാനാർത്ഥികൾ ഇതിനകം പത്രിക നൽകിയിട്ടുണ്ടെന്ന കാര്യത്തിലൊക്കെ തന്നെ വലിയ അവ്യക്തത തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് ആദ്യമായിട്ടായിരിക്കും ബീഹാർ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാതെ വളരെ രഹസ്യമായൊരു നാമനിർദ്ദേശ പത്രിക നൽകുന്ന സാഹചര്യം എന്നത്. നാളെയാണ് നാമനിർദ്ദേശ പത്രിക നൽകേണ്ട അവസാന തീയതി. ഇനി NDAയിലേക്ക് വന്നാൽ അവിടെയും വലിയ കലാപമാണ്. അവിടെ JDU ചിരാഗ് പാസ്വാന് നൽകിയ LJPയുടെ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. ഇപ്പോഴും ജിതൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാനി ആവാം മോർച്ച വലിയ പ്രതിഷേധമുയർത്തുന്നു. JDU ഇതുവരെ ഒരു സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ എവിടെയൊക്കെയാണ് ആരൊക്കെയാണ് മത്സരിക്കുക എന്നത് നാളെ പത്രിക നൽകാനുള്ള സമയമൊക്കെ പൂർത്തിയായ ശേഷം മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അതിനിടയിലാണ് വലിയ നാടകീയ സംഭവങ്ങൾ പട്ന വിമാനത്താവളത്തിൽ അരങ്ങേറിയത്. കോൺഗ്രസ് നേതാക്കളെയൊക്കെ തന്നെ സ്ഥാനമോഹികൾ കൈകാര്യം ചെയ്യുന്ന സാഹചര്യം വരെ ഇപ്പോൾ പട്നയിൽ ഉണ്ടായിരിക്കുകയാണ്. അങ്ങനെ വലിയ നാടകീയ കാഴ്ചകൾ പട്നയിൽ തുടരുകയാണ്.